നമുക്കിനി പഠിക്കാനുള്ളത് ഹാർമോണിക് മീൻ 2 പോയിന്റുകളാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഹാർമോണിക് മീൻ ക്യാൻ ബി കാൽക്കുലേറ്റഡ് ഓൺലി ഫോർ നോൺ സീറോ ആൻഡ് നോൺ നെഗറ്റീവ് വാല്യൂസ്. അതായത് എന്താ മീൻ ചെയ്യുന്നത്? ഹാർമോണിക് മീൻ നമുക്ക് തന്നിട്ടുള്ള ഡാറ്റയിൽ ഏതെങ്കിലും ഒന്ന് സീറോ ഉണ്ടെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല, നെഗറ്റീവ് വാല്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് പോയിന്റ് അതാണ്. അടുത്തത്, ഹാർമോണിക് മീൻ ഈസ് അപ്രോപ്രിയേറ്റ് ഫോർ ഫൈൻഡിങ് ആവറേജ് സ്പീഡ് വെൻ ഡിസ്റ്റൻസ് ട്രാവൽഡ് അറ്റ് ഡിഫറെൻറ്റ് സ്പീഡ്സ് ആർ ഈക്വൽ. ഓക്കെ, അപ്പോൾ ഹാർമോണിക് മീന് നമുക്ക് വേറെ എവിടെ യൂസ് ചെയ്യാം? നമുക്കൊരു ക്വസ്റ്റ്യൻ തരാണ്, ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാനൊരു ക്വസ്റ്റ്യൻ തരാണ്. ഓക്കെ, അപ്പോൾ ഹാർമോണിക് മീൻ ഈസ് അപ്രോപ്രിയേറ്റ് ഫോർ ഫൈൻഡിങ് ആവറേജ് സ്പീഡ് എപ്പോൾ? വെൻ ഡിസ്റ്റൻസ് ട്രാവൽഡ് അറ്റ് ഡിഫറെൻറ്റ് സ്പീഡ്സ് ആർ ഈക്വൽ. അതായത് ഒരാളിപ്പോൾ ട്രാവൽ ചെയ്യുന്നുണ്ട്, ഡിഫറെൻറ്റ് സ്പീഡായിരിക്കും, അയാൾക്ക് ട്രാവൽ ചെയ്യുന്ന ഇത് ഡിഫറെൻറ്റ് സ്പീഡായിരിക്കും, പക്ഷേ ട്രാവൽ ചെയ്യുന്ന ദൂരം എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അങ്ങനത്തെ കേസിൽ നമുക്ക് ഹാർമോണിക് മീനാണ് യൂസ് ചെയ്യാം. പിന്നെ അടുത്ത എന്താണ്? വെയ്റ്റഡ് ഹാർമോണിക് മീൻ ഈസ് അപ്രോപ്രിയേറ്റ് വെൻ ദ ഡിസ്റ്റൻസസ് ആർ അൺഈക്വൽ. അതായത് നമ്മൾ സഞ്ചരിച്ച ഡിസ്റ്റൻസ് ഈക്വൽ അല്ലെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? വെയ്റ്റഡ് ഹാർമോണിക് മീൻ യൂസ് ചെയ്യാം. അടുത്ത പോയിന്റ് എന്താണ്? ഹാർമോണിക് മീൻ ഈസ് സ്യൂട്ടബിൾ ടു സ്റ്റഡി റേറ്റ് ഓൾസോ. ഓക്കെ, അപ്പോൾ വീഡിയോ പോസ് ചെയ്തിട്ട് ഈ രണ്ട് നോട്ട് എഴുതാം. ഓക്കെ, എഴുതിയിട്ടുണ്ടാവും. ഇനി നിങ്ങൾ താഴെ വെയ്റ്റഡ് ഹാർമോണിക് മീൻ എന്ന് എഴുതിയിട്ട് സമ്മേഷൻ ഡബ്ല്യു ഡിവൈഡ് ബൈ സമ്മേഷൻ ഡബ്ല്യു ബൈ എക്സ്, സമ്മേഷൻ ഡബ്ല്യു കേട്ടോ, സമ്മേഷൻ ഡബ്ല്യു ബൈ സമ്മേഷൻ ഡബ്ല്യു ബൈ എക്സ്. ഓക്കെ, വേർ ഡബ്ല്യു ആർ ദ വെയ്റ്റ് അസൈൻഡ്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഇതാക്കാം കേട്ടോ. അപ്പോൾ ഇത്ര എഴുതുക, എന്നിട്ട് വേണം നമുക്ക് ഇനി ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത്ര എഴുതാം കേട്ടോ, ഇത്ര എഴുതുക ക്വസ്റ്റ്യൻ കേട്ടോ. ക്വസ്റ്റ്യൻ നോക്ക്, ഈ മാൻ ട്രാവൽഡ് ബൈ കാർ ഫോർ 3 days. ഓക്കെ, കാറിൽ 3 ദിവസം യാത്ര ചെയ്യാണ്. ഈ കവേർഡ് 480 കിലോമീറ്റേഴ്സ് ഈച്ച് ഡേ. എല്ലാ ദിവസവും അയാൾ എത്ര കിലോമീറ്റർ ട്രാവൽ ചെയ്യും? 480 കിലോമീറ്റർ ട്രാവൽ ചെയ്യും. എല്ലാ ദിവസവും 480 കിലോമീറ്റർ അയാൾ ട്രാവൽ ചെയ്യും. ഓൺ ദ ഫസ്റ്റ് ഡേ, ഓക്കെ, അപ്പോൾ ആദ്യത്തെ ദിവസം അയാൾ എന്താണ്? എത്ര കിലോമീറ്റർ? ഈ ഡ്രോവ് 10 hours അറ്റ് 48 കിലോമീറ്റർ പെർ അവർ. ഓക്കെ, അതായത് ആദ്യത്തെ ദിവസം അയാൾ 10 മണിക്കൂർ എന്ത് ചെയ്തു? ട്രാവൽ ചെയ്തു. എത്രയായിരുന്നു അയാളുടെ സ്പീഡ്? 48 കിലോമീറ്റർ പെർ അവർ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് ഡേ ആളുടെ സ്പീഡ് എത്രയായിരുന്നു? ഫസ്റ്റ് ഡേ ആളുടെ സ്പീഡ് 48 കിലോമീറ്റർ പെർ അവർ ആയിരുന്നു. ഓക്കെ, അയാൾ ടൈം എത്രയായിരുന്നു? ടൈം 10 hours ആയിരുന്നു. അയാളെ സ്പീഡാണ് കേട്ടോ, അയാളെ സ്പീഡാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഡേ ആൾ 10 മണിക്കൂർ ട്രാവൽ ചെയ്തു. 10 മണിക്കൂർ ട്രാവൽ ചെയ്തു. അപ്പോൾ അയാളുടെ സ്പീഡ് എത്രയായിരുന്നു? കാറിൻ്റെ സ്പീഡ് 48 കിലോമീറ്റർ പെർ അവർ ആയിരുന്നു. ഒരു മണിക്കൂറിൽ അയാൾ 48 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുണ്ട്. അങ്ങനെ 10 മണിക്കൂർ അയാൾ സഞ്ചരിച്ചു. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ഡേൻ്റെ. ഇനി നോക്ക് രണ്ടാമത്തേത്. ഓൺ ദ സെക്കൻഡ് ഡേ ഹീ ഡ്രോവ് 12 hours. ഓക്കെ, രണ്ടാമത്തെ ദിവസം അയാൾ 12 മണിക്കൂർ ട്രാവൽ ചെയ്തു. അയാളുടെ സ്പീഡ് എത്രയായിരുന്നു? 40 കിലോമീറ്റർ പെർ അവർ ആയിരുന്നു. ഓക്കെ, അയാൾ ട്രാവൽ ചെയ്ത സ്പീഡ് 40 കിലോമീറ്റർ പെർ അവർ ആയിരുന്നു. എത്ര മണിക്കൂർ ട്രാവൽ ചെയ്തു? 12 hours ട്രാവൽ ചെയ്തു. ഓക്കെ, മനസ്സിലായോ? രണ്ടാമത്തെ ദിവസം അയാൾ 40 കിലോമീറ്റർ പെർ അവറിലാണ് സഞ്ചരിച്ചത്. എത്ര മണിക്കൂർ എടുത്തു? 12 മണിക്കൂർ എടുത്തു. അടുത്ത് നോക്ക്, ആൻഡ് ഓൺ ദ ലാസ്റ്റ് ഡേ ഹീ ഡ്രോവ് ഫോർ 15 hours അറ്റ്. അപ്പം അത്രയാണ് 15 മണിക്കൂർ ട്രാവൽ ചെയ്തു. 15 ഹീ ഡ്രോവ് ഫോർ 15 hours, 15 മണിക്കൂർ യാത്ര ചെയ്തു. അറ്റ് 32 കിലോമീറ്റേഴ്സ് പെർ ഹവർ. ഒരു മണിക്കൂറിൽ എത്ര മണി സഞ്ചരിച്ചു? 32 അല്ലേ? അപ്പോൾ സ്പീഡ് എത്രയാണ്? 32 കിലോമീറ്റേഴ്സ് പെർ ഹവർ. സ്പീഡ് ഇതാണ് സ്പീഡ് എന്ന് പറയുന്നത്, 32 കിലോമീറ്റേഴ്സ് പെർ ഹവർ. അതാണ് അയാളുടെ സ്പീഡ്. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ ദിവസം അയാൾ 32 കിലോമീറ്റർ പെർ ഹവർ ട്രാവൽ ചെയ്തു. എത്ര മണിക്കൂർ എടുത്തു അയാൾ? എത്ര മണിക്കൂർ എടുത്തു? 15 മണിക്കൂർ എടുത്തു. 15 hour എടുത്തു. ഓക്കെ, എത്ര മണിക്കൂർ എടുത്തു? 15 മണിക്കൂർ എടുത്തു. അപ്പോൾ നോക്ക്, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡേ ആൾ 10 മണിക്കൂർ ട്രാവൽ ചെയ്ത് സ്പീഡ് എത്രയാണ്? 42 കിലോമീറ്റർ പെർ അവർ. രണ്ടാമത്തെ ദിവസം അയാൾ 12 മണിക്കൂർ ട്രാവൽ ചെയ്ത് എത്രയാണ് സ്പീഡ്? 40 കിലോമീറ്റർ പെർ അവർ. മൂന്നാമത്തെ ദിവസം 15 മണിക്കൂർ ട്രാവൽ ചെയ്ത് എത്രയാണ് സ്പീഡ്? 32 കിലോമീറ്റർ പെർ അവർ. അപ്പോൾ ഇതൊക്കെ കിട്ടുക. ഇനി എന്താണ് ക്വസ്റ്റ്യൻ നോക്ക്,
വാട്ട് വാസ് ഹിസ് ആവറേജ് സ്പീഡ്, അയാളുടെ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യൻ വന്നാൽ ആവറേജ് സ്പീഡ് എന്ന് കണ്ടാൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ഹാർമോണിക് മീൻ യൂസ് ചെയ്യണം. ആവറേജ് സ്പീഡ് എന്ന് കണ്ടാൽ ഹാർമോണിക് മീൻ യൂസ് ചെയ്യണം. അപ്പോൾ ഹാർമോണിക് മീന് നോക്ക്, നമ്മൾ 2 ഇക്വേഷൻ പഠിച്ചു, നിങ്ങൾ തൊട്ട് മുന്നേ എഴുതിയിട്ടുണ്ടാവും. അയാൾ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുക ആവറേജ് സ്പീഡ് കാണാൻ വേണ്ടിയിട്ട്? നമ്മുടെ സാധാ ഹാർമോണിക് മീൻ. അപ്പോൾ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും ഇവിടെ, ഒരു മിനിറ്റ്. ഓക്കെ, നോക്ക്, നിങ്ങൾ ഇതല്ലേ എഴുതിയത്? നോക്ക്, ഹാർമോണിക് മീൻ ഈസ് അപ്രോപ്രിയേറ്റ് ഫോർ ഫൈൻഡിങ് ആവറേജ് സ്പീഡ് വെൻ ഡിസ്റ്റൻസ് ട്രാവൽഡ് അറ്റ് ഡിഫറെൻറ്റ് സ്പീഡ്സ് ആർ ഈക്വൽ. എന്താണ് മീൻ ചെയ്യുന്നത്? നമ്മൾ ഡിഫറെൻറ്റ് സ്പീഡായിരിക്കും ട്രാവൽ ചെയ്തിട്ടുണ്ടാവുക, പക്ഷെ ട്രാവൽ ചെയ്ത ദൂരം എന്തായിരിക്കും? ഡിസ്റ്റൻസ് ട്രാവൽഡ് അറ്റ് ഡിഫറെൻറ്റ് സ്പീഡ്സ് ആർ ഈക്വൽ. ആ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കും. ഓക്കെ, പിന്നെ ഈ ക്വസ്റ്റ്യൻ നോക്ക്, ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ് ഇവിടെ വരുന്നത്? അയാൾ 3 ദിവസം 480 കിലോമീറ്റേഴ്സ് ആണ് കവർ ചെയ്തിട്ടുള്ളത്. 3 days ഹി കവേർഡ് 480 കിലോമീറ്റേഴ്സ് ഈച്ച് ഡേ. എല്ലാ ദിവസവും അയാൾ 450 കിലോമീറ്ററാണ് ട്രാവൽ ചെയ്തിട്ടുള്ളത്. അതിൽ മാറ്റമൊന്നുമില്ല. എല്ലാ ദിവസവും 450 കിലോമീറ്ററാണ് ട്രാവൽ ചെയ്തിട്ടുള്ളത്, അല്ലേ? അതിൽ മാറ്റില്ലല്ലോ. എല്ലാ ദിവസവും 450 കിലോമീറ്ററാണ്. അയാൾ പല സ്പീഡ് കൊടുത്തു, പല ടൈമും കൊടുത്തു, പക്ഷെ ട്രാവൽ ചെയ്ത ദൂരം എന്താണ്? സെയിം ആണ്. ഡൗട്ടില്ലല്ലോ? ഇല്ല. അപ്പോൾ ട്രാവൽ ചെയ്ത ദൂരം സെയിം ആണ്, സ്പീഡ് സമയമൊക്കെ വേറെ, അതൊന്നും കുഴപ്പമില്ല. ട്രാവൽ ചെയ്ത ദൂരം സെയിം ആണ്. എത്രയാണ്? 480 കിലോമീറ്ററാണ് എല്ലാ ദിവസവും ട്രാവൽ ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ഹാർമോണിക് മീൻ, സാധാ ഹാർമോണിക് മീൻ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ എഴുതുക. ഓക്കെ, എഴുതിയിട്ടുണ്ടാവും. ഇനി നോക്ക്, സിൻസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ഈച്ച് ഡേ ഈസ് ദ സെയിം, ദ അപ്രോപ്രിയേറ്റ് ആവറേജ് ഈസ് ദ ഹാർമോണിക് മീൻ വിച്ച് ഇസ് ഗിവൺ ബൈ. അതായത് ഡിസ്റ്റൻസ് എല്ലാ ദിവസവും സെയിം ആണ്. അപ്പോൾ എന്താ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? ഹാർമോണിക് മീൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഹാർമോണിക് മീനിൻ്റെ ഇക്വേഷൻ എന്താണ്? n/summation 1/x ആണ്. ഓക്കെ, ഇനി n എന്ന് പറഞ്ഞാൽ നോക്ക്, n എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ എത്ര ഡാറ്റ ഉണ്ട്? 3 ദിവസമാണ് ട്രാവൽ ചെയ്തത്. അപ്പോൾ എത്ര n? 3 ആണ്. ഒരു കുഴപ്പമില്ല. ഇനി ഇവിടെ ശ്രദ്ധിക്കട്ടോ, ഈ എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ എടുക്കേണ്ടതെന്ന് അറിയോ? നമ്മൾ ട്രാവൽ ചെയ്ത സ്പീഡാണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? സ്പീഡും കിട്ടിയിട്ടുണ്ട്, ടൈമും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തെടുക്കണ്ട? ഈ ടൈം നമ്മൾ നോക്കേ വേണ്ട. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷനിൽ ടൈം കൊടുക്കേ വേണ്ട. നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? ആവറേജ് സ്പീഡ് മാത്രമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്, അല്ലേ? അപ്പോൾ ഈ സ്പീഡിൻ്റെ നമ്പർ മാത്രം നമ്മൾ നോക്കിയാൽ മതി. ടൈമും പിന്നെ ചിലപ്പോൾ എല്ലാം വേറെ കുറേ ഡാറ്റ തന്നിട്ടുണ്ടാവും, അതൊന്നും നിങ്ങൾ എന്ത് ചെയ്യണ്ട, നോക്കണ്ട. 480 കിലോമീറ്റർ തന്നില്ലേ, അതൊന്നും ഇപ്പോൾ നിങ്ങൾ നോക്കണ്ട. കാരണം എന്താ? എല്ലാ ദിവസവും 480 ആണ്. അതുകൊണ്ട് അത് നോക്കണ്ട. ഈ ടൈം ഒന്നും നിങ്ങൾ ഇക്വേഷനിൽ കൊടുക്കണ്ട. ഇക്വേഷനിൽ എന്ത് കൊടുത്താൽ മതി? സ്പീഡ് മാത്രം. ഏതൊക്കെ സ്പീഡ്? 48, 40, 32. നോക്കി, ഇക്വേഷനിൽ എക്സിന് പകരം ഫസ്റ്റ് 48 കൊടുത്തു, 40 കൊടുത്തു, 32 കൊടുത്തു. n എന്ന് പറഞ്ഞാൽ 3 ആണ്. n പറഞ്ഞാൽ 3 നോക്കി, ഇവിടെ 3 ഡാറ്റ ഇല്ലല്ലോ, അതുകൊണ്ട് 3 ഇത്. ഓക്കെ, 3 ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 37/480. നമ്മൾ സാധാ പോലെ കാൽക്കുലേറ്ററിൽ ചെയ്താൽ മതി കേട്ടോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തില്ല, അതേപോലെ ചെയ്യാം. ഓക്കെ, അപ്പോൾ എത്ര കിട്ടുന്നത്? 38.92. അപ്പോൾ ആവറേജ് സ്പീഡ് എത്രയാണ്? 38.92. അതായത് റൗണ്ട് ചെയ്തിട്ട് 39 എന്ന് പറഞ്ഞു കേട്ടോ, കുഴപ്പമില്ല. 38.92 എന്ന് പറഞ്ഞാൽ 39 എടുത്തില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. 39 km/h അപ്രോക്സിമേറ്റ്ലി. ഓക്കെ, വീഡിയോ പോസ് ചെയ്തിട്ട് ഇത്ര എഴുതാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യന് 104ാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. എ കാർ റൺസ് അലോങ് ദ 4 sides ഓഫ് എ സ്ക്വയർ അറ്റ് സ്പീഡ്സ് ഓഫ് 10, 20, 30, 40 km/h റെസ്പെക്റ്റീവ്ലി. ഫൈൻഡ് ഇറ്റ്സ് ആവറേജ് സ്പീഡ് അറൗണ്ട് ദ സ്ക്വയർ. ഓക്കെ, അതായത് ഒരു കാറുണ്ട്. ആ കാറ് ട്രാവൽ ചെയ്യുന്നത് എന്താണ്? ഒരു സ്ക്വയർ ഷേപ്പിൻ്റെ ഭാഗത്ത് കൂടെയാണ്. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 4 സൈഡും സെയിം ആണ്, അല്ലേ? അതായത് ഒരു കാർ ട്രാവൽ ചെയ്യുന്നുണ്ട്. അതായത് ഒരു സ്ക്വയറിന് 4 സൈഡിൽ കൂടെയാണ് ട്രാവൽ ചെയ്യുന്നത്. നോക്ക്, ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസും ഈ ഡിസ്റ്റൻസും ഇതൊക്കെ സെയിം അല്ലേ? സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? സമചതുരം. 4 ഭാഗം ഒരേ നീളമുള്ളതാണ് എന്താ പറയുന്നത്? സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ കാർ ഇങ്ങനെ ഒരു സ്ക്വയർ ഷേപ്പിലാണ് ട്രാവൽ ചെയ്യുന്നത്. ഇതിന് 4 സൈഡിൽ കൂടെയാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്താണ്? സെയിം ആണ്. ഡൗട്ടുണ്ടോ? ഡിസ്റ്റൻസ് എന്താണ്? സെയിം ആണ്. ഡൗട്ടില്ലല്ലോ? ഇല്ല, ഡിസ്റ്റൻസ് സെയിം ആണ്. ഓക്കെ, ഇനി ഓരോ സൈഡിലൂടെയും ട്രാവൽ ചെയ്യുന്ന എത്രയാണ്? 10, 20, 30, 40 km/h റെസ്പെക്റ്റീവ്ലി. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ഇറ്റ്സ് ആവറേജ് സ്പീഡ് അറൗണ്ട് ദ സ്ക്വയർ. ആവറേജ് സ്പീഡ് എന്ന് കണ്ടാൽ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? ഹാർമോണിക് മീൻ. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഓക്കെ,
അപ്പോൾ ആവറേജ് സ്പീഡ് എങ്ങനെ കാണുക? n ബൈ സമ്മേഷൻ 1/x. എന്തുകൊണ്ട് ഇത് യൂസ് ചെയ്ത് ഇക്വേഷൻ യൂസ് ചെയ്തത്? ആ കാറ് സഞ്ചരിച്ച ദൂരം സെയിം ആണ് അല്ലേ? ഒരു സ്ക്വയറിന് 4 ഭാഗവും എന്താണ്? ദൂരം സെയിം അല്ലേ? അപ്പോൾ സഞ്ചരിച്ച ദൂരം സെയിം ആണ്, സ്പീഡൊക്കെ വ്യത്യാസമാണ്. ഒരു ഭാഗത്തേൾ കുറച്ച് സ്പീഡ് പോയി, സ്പീഡ് കുറച്ച് അങ്ങനെയൊക്കെയാണ് പോയത്. ഓക്കെ, ഇക്വേഷൻ എന്താ? n ബൈ സമ്മേഷൻ 1/x. n എന്ന് പറഞ്ഞാൽ എന്താണ്? 4 ആണ്. കാരണം എന്താ? 4 സ്പീഡ് ഉണ്ട് ഇവിടെ തന്നിട്ട്. ഫസ്റ്റ് സ്പീഡ് എന്താണ്? 10 ആണ്. അപ്പോൾ 1/10. രണ്ടാമത്തതോ 1/20. മൂന്നാമത്തതോ 1/30. നാലാമത്തതോ 1/40. ഓക്കെ, അപ്പോൾ എല്ലാം കൂടെ നിങ്ങൾ എന്നിട്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് 19.20 19.2 സംതിങ് കിട്ടും കേട്ടോ. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് വീഡിയോ പോസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ എഴുതുക. ഈ 104ാമത്തെ ക്വസ്റ്റ്യൻ എഴുതുക. ഓക്കെ, എഴുതിയിട്ടുണ്ടാവും. ഇനി എന്ത് ചെയ്യുക? വീഡിയോ പോസ് ചെയ്തിട്ട് ഈ ആൻസർ എഴുതുക. അതാണ് ആൻസർ കേട്ടോ. ഓക്കെ, ഇത് നിങ്ങൾക്കുള്ള വർക്കാണ് കേട്ടോ. എ പേഴ്സൺ ട്രാവൽ ദ ഫസ്റ്റ് മൈൽ അറ്റ് 10 km/h. അതായത് നമ്മൾ മൈൽ എന്ന് പറയുന്നത് ദൂരം മൈലിൽ പറ. ആദ്യത്തെ മൈൽ അയാൾ 10 km/h ട്രാവൽ ചെയ്തു. ഇനി രണ്ടാമത്തെ മൈൽ 8 km/h ട്രാവൽ ചെയ്തു. മൂന്നാമത്തെ മൈൽ 6 km/h ട്രാവൽ ചെയ്തു. വാട്ട് വാസ് ഇസ് ആവറേജ് സ്പീഡ് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ സ്പീഡ് എത്രയാണ്? 10 km/h ആണ്. രണ്ടാമത്തതോ 8 km/h ആണ്. മൂന്നാമത്തതോ 6 km/h ആണ്. ഓക്കെ, അപ്പോൾ മൈൽ എന്ന് ആദ്യത്തെ മൈൽ തന്നെയാണ് രണ്ടാമത്തെ മൈൽ ഡിസ്റ്റൻസ്. പിന്നെ നിങ്ങളോട് ഇതിന് പകരം ഫസ്റ്റ് കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ട് സെക്കൻഡ് കിലോമീറ്റർ, തേർഡ് കിലോമീറ്റർ പറഞ്ഞാൽ എന്താണ്? കിലോമീറ്റർ ഡിസ്റ്റൻസ് സെയിം ആണ്. അതേപോലെ ഈ ഫസ്റ്റ് മൈൽ പറഞ്ഞാൽ അതിൽ ട്രാവൽ ചെയ്ത ദൂരം എന്താണ്? തുല്യമാണ് അല്ലേ? ട്രാവൽ ചെയ്ത ദൂരം എന്താണ്? ഈക്വൽ ആണ്. ഫസ്റ്റ് ട്രാവൽ ചെയ്ത് എത്രയാണ്? 10 km/h. എന്തേ വ്യത്യാസമുള്ളൂ? സ്പീഡേ വ്യത്യാസമുള്ളൂ. ട്രാവൽ ചെയ്ത ദൂരം സെയിം ആണ്. അപ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഹാർമോണിക് മീൻ യൂസ് ചെയ്യും. ഇക്വേഷൻ എങ്ങനെയാ? n ബൈ സമ്മേഷൻ 1/x. n എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര ഡാറ്റ ഉണ്ട്? 3 എണ്ണം. അപ്പോൾ n എന്ന് പറഞ്ഞാൽ 3 ആയിരിക്കും. പിന്നെ എങ്ങനെയാണ്? 1/10 പ്ലസ് 1/6 പ്ലസ് 1/8. ഓക്കെ, 1/10 പ്ലസ് 1/8 പ്ലസ് 1/6. ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഇതിൻ്റെ ആൻസർ ഞാൻ പറഞ്ഞുതരാം. ഇതിന് നിങ്ങൾ ചെയ്യുമ്പോൾ ആൻസർ 7.6 സംതിങ് കിട്ടും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. 7.6 എന്നിട്ട് കുറച്ച് പോയിന്റ് കിട്ടും. ഓക്കെ, ചെയ്ത് നോക്കാം. 106ാമത്തെ ക്വസ്റ്റ്യൻ വീഡിയോ പോസ് ചെയ്യുക. ക്വസ്റ്റ്യൻ എഴുതാൻ നിങ്ങൾക്കുള്ള വർക്കാണ് കേട്ടോ. ഇപ്പം തന്നെ ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ. മിസ്റ്റർ ദാസ് ഓഫ് കാലിക്കറ്റ് സ്റ്റാർട്ടഡ് ഫോർ എ വില്ലേജ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 6 km. 6 കിലോമീറ്റർ ദൂരമുള്ള ഒരു സ്ഥലത്തേക്ക് ദാസ് എന്ത് ചെയ്തു? യാത്ര തിരിച്ചു. ഈ ട്രാവൽഡ് ഇൻ എ കാർ അറ്റ് എ സ്പീഡ് ഓഫ് 40 km/h. ഓക്കെ, അയാൾ എന്താണ്? 40 കാറിൽ ട്രാവൽ ചെയ്യാണ്. 40 km/h ട്രാവൽ ചെയ്യണത്. ഓക്കെ, ആഫ്റ്റർ ട്രാവലിംഗ് 4 km, അതായത് 4 കിലോമീറ്റർ കഴിഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കുക, 4 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ അയാൾ എന്ത് ചെയ്തു? 4 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ അയാൾ കാർ സ്റ്റോപ്പ്ഡ് റണ്ണിങ്, അതായത് കാറ് നിന്നുപോയി. ഹി ദെൻ ട്രാവൽഡ് ഇൻ എ റിക്ഷ അറ്റ് എ സ്പീഡ് ഓഫ് 10 km/h. ആഫ്റ്റർ ട്രാവലിംഗ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 1.5 km, he left the rickshaw and covered the remaining distance on foot at a speed of 4 km/h. Find the average speed per hour ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക കേട്ടോ. ഇവിടെ ശ്രദ്ധിക്കുക. എന്താ ഫസ്റ്റ് എന്താ പറയണത്? ഫസ്റ്റ് എന്താണ് പറയണത്? പിന്നെ അതായത് അയാൾ, നിങ്ങൾ വീഡിയോ പോസ് ചെയ്ത് ക്വസ്റ്റ്യൻ എഴുതാം കേട്ടോ. വീഡിയോ പോസ് ചെയ്യുക, ക്വസ്റ്റ്യൻ എഴുതാം. വീഡിയോ പോസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ എഴുതാം. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കുക കേട്ടോ. ഫസ്റ്റ് എന്താ പറയണത്? മിസ്റ്റർ ദാസ് ഓഫ് കാലിക്കറ്റ് സ്റ്റാർട്ടഡ് ഫോർ എ വില്ലേജ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 6 km. ഹി ട്രാവൽഡ് ഇൻ എ റിക്ഷ അറ്റ് എ സ്പീഡ് ഓഫ് 40 km/h. അതായത് അയാൾ 40 km/h യാത്ര ചെയ്തത്. എത്ര ദൂരം അങ്ങനെ യാത്ര ചെയ്തു? ആഫ്റ്റർ ട്രാവലിംഗ് 4 km/h, 4 kilometers, the car stopped running. അതായത് 4 കിലോമീറ്റർ കാറിൽ അയാൾ സഞ്ചരിച്ചു. 4 കിലോമീറ്റർ. ഇതെന്താണ്? സ്പീഡാണ്. ഇതെന്താണ്? ടൈമാണ്. ഡിസ്റ്റൻസ് ആണ്. ഇത് ഡിസ്റ്റൻസ് നാട്ടോ. സ്പീഡ് ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ 4 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. 4 കിലോമീറ്റർ അയാൾ കാറിൽ എത്ര സ്പീഡ് ട്രാവൽ ചെയ്തത്? 40 km/h ട്രാവൽ ചെയ്തു. ഇനി എന്താ അടുത്ത സെൻറ്റൻസ്? ഹി ദെൻ ട്രാവൽഡ് ഇൻ എ റിക്ഷ അറ്റ് എ സ്പീഡ് ഓഫ് 10 km/h. അതായത് കാറ് കേടുന്നപ്പോൾ അയാൾ ഒരു ഓട്ടോറിക്ഷയിൽ കയറി. ആ ഓട്ടോറിക്ഷൻ്റെ സ്പീഡ് എത്രയായിരുന്നു? 10 km/h ആയിരുന്നു സ്പീഡ്. എന്താ പറയണത്?
ആഫ്റ്റർ ട്രാവലിംഗ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 1.5 കിലോമീറ്റേഴ്സ്. അതായത് അയാൾ ഓട്ടോറിക്ഷയിൽ എത്ര ദൂരം പോയി? 1.5. 1.5 എന്ന് പറഞ്ഞാലും 1.5 എന്ന് പറഞ്ഞാലും സെയിം അല്ലേ? ഡൗട്ടില്ലല്ലോ. ഓക്കെ, 1.5 കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്തു. അത്രയും ദൂരം ട്രാവൽ ചെയ്തതിന് ശേഷം അയാൾ ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങിയിട്ട് അയാൾ എന്ത് ചെയ്തു? ആൻഡ് കവേർഡ് ദ റിമൈനിങ് ഡിസ്റ്റൻസ് ഓൺ ഫുട്ട്. അതായത് ബാക്കിയുള്ള ഡിസ്റ്റൻസ് അയാൾ നടന്നു പോകാൻ തീരുമാനിച്ചു. ബാക്കി എത്ര ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കും? 6 കിലോമീറ്റർ ദൂരമുള്ള വില്ലേജിലേക്കാണ് യാത്ര തിരിച്ചത്. ആദ്യം 4 കിലോമീറ്റർ കാറിൽ പോയി, പിന്നെ 1.5 കിലോമീറ്റർ ഓട്ടോറിക്ഷയിൽ പോയി. അപ്പം തന്നെ എത്രയും 5.5 കിലോമീറ്റർ. ഇനി അത്ര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ, 1/2 കിലോമീറ്റർ മാത്രമേ ബാക്കിയുള്ളൂ അല്ലേ? അപ്പോൾ ബാക്കിയുള്ള 0.5 കിലോമീറ്റർ എത്ര സ്പീഡിലാണ് പോയത്? അറ്റ് എ സ്പീഡ് ഓഫ് 4 കിലോമീറ്റർ പെർ ഹവർ. 4 കിലോമീറ്റർ പെർ ഹവർ. 4 കിലോമീറ്റർ പെർ ഹവറിൽ എന്ത് ചെയ്തു? ട്രാവൽ ചെയ്തു. ഇനി ഇവിടെ ക്വസ്റ്റ്യൻ നോക്കിട്ടോ. ഇവിടെ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് സെയിം ആണോ? അല്ല. ആദ്യം ആൾ 4 കിലോമീറ്റർ ട്രാവൽ ചെയ്തു, പിന്നെ 1.5, പിന്നെ 0.5. ഡിസ്റ്റൻസ് എന്തല്ല? സെയിം അല്ല. ഡിസ്റ്റൻസ് എന്തല്ല? സെയിം അല്ല. ഓക്കെ, ഡിസ്റ്റൻസ് സെയിം അല്ലെങ്കിൽ നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത്? ഡിസ്റ്റൻസ് സെയിം അല്ലെങ്കിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്തത്? നമ്മൾ ഇക്വേഷൻ എന്ത് എഴുതിയത്? വെയ്റ്റഡ് ഹാർമോണിക് മീൻ. ഡിസ്റ്റൻസ് സെയിം അല്ലെങ്കിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുക? വെയ്റ്റഡ് ഹാർമോണിക് മീൻ ആണ് യൂസ് ചെയ്യുക. ഇത്രയും ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി നമുക്ക് ചെയ്യാം കേട്ടോ. നോക്ക്, വെയ്റ്റഡ് ഹാർമോണിക് മീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സമ്മേഷൻ W ബൈ സമ്മേഷൻ WX. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇനി എന്താണ് സമ്മേഷൻ W നോക്കാം. സമ്മേഷൻ W എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. അതായത് ഡിസ്റ്റൻസിനെയാണ് W എന്ന് പറഞ്ഞ് സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഡിസ്റ്റൻസ് ഒക്കെ സെയിം ആയിരുന്നു. ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഡിസ്റ്റൻസ് സെയിം ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തില്ല? ഡിസ്റ്റൻസിന് നോക്കുകയേ ചെയ്തില്ല. ഇവിടെ ഡിസ്റ്റൻസ് വേറെയാണ്. അപ്പോൾ W എന്ന് പറഞ്ഞെടുക്കുന്നത് നമ്മൾ ഈ ഡിസ്റ്റൻസ് ആണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഡിസ്റ്റൻസ് എത്രയാണ്? 4. അപ്പോൾ സമ്മേഷൻ ആദ്യത്തേത് 4 പ്ലസ് 1.5 പ്ലസ് അടുത്ത എത്രയാണ്? 0.5 ഡിവൈഡഡ് ബൈ ഫസ്റ്റ് W. സമ്മേഷൻ W ബൈ X ആണ് അല്ലേ? ആദ്യത്തെ W എത്രയാണ്? ഞാൻ പറഞ്ഞു ഡിസ്റ്റൻസ് ആണ് W ആയിട്ട് എടുക്കുന്നത്. എത്രയാണ്? 4 കിലോമീറ്റർ അല്ലേ? 4 ഡിവൈഡഡ് ബൈ 40. 4 ഡിവൈഡഡ് ബൈ 40 പ്ലസ് അടുത്ത കിലോമീറ്റർ എത്രയാണ്? 1.5 ബൈ 10. 1.5 ബൈ 10 പ്ലസ് അടുത്തതോ 0.5 ബൈ 4. 0.5 ബൈ 4 സമയം എത്ര കിട്ടും? 4 പ്ലസ് 1.5 പ്ലസ് 0.6 പറഞ്ഞ 6. 6 ഡിവൈഡഡ് ബൈ 4 ബൈ 40 പ്ലസ് 1.5 ബൈ 10 പ്ലസ് 0.5 ബൈ 4. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? ഇനി എന്ത് ചെയ്യുക? നിങ്ങളിത് കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കാം. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 16 ആണോ നോക്കുക കേട്ടോ. 16 കിട്ടുന്നുണ്ടോ നോക്കാം. 16 കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾ. ഓക്കെ, അപ്പോൾ വീഡിയോ പോസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ആൻസർ എഴുതാം. 16 കിലോമീറ്റർ പെർ ഹവർ ആണ് അയാളുടെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത്. വീഡിയോ പോസ് ചെയ്തിട്ട് ആൻസർ എഴുതാം കേട്ടോ. ഇത് കംപ്ലീറ്റ് ചെയ്ത് ഇവിടെ ഡിസ്റ്റൻസ് നാട്ടോ. അപ്പോൾ ക്ലിയർ ആയില്ലേ എങ്ങനെയാണെന്നുള്ളത്? എന്തുകൊണ്ട് അവിടെ യൂസ് ചെയ്യുന്നുള്ളത്? ഡിസ്റ്റൻസ് ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ യൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ വീഡിയോ പോസ് ചെയ്യാം, അത്ര എഴുതാം കേട്ടോ. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഉണ്ടോ നോക്കട്ടെ. അങ്ങനത്തെ ക്വസ്റ്റ്യന് ഞാൻ നോക്കട്ടെ കേട്ടോ. ഇതിലിപ്പോൾ ഇല്ല, നിങ്ങളുടെ ബുക്കിൽ കാണാമല്ല. ഓക്കെ, ഇനി നമുക്ക് ഹാർമോണിക് മീൻ്റെ മെറിറ്റും ഡിമെറിറ്റും കൂടെ പറഞ്ഞിട്ട് നിർത്താം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാം കേട്ടോ. ഫസ്റ്റ് മെറിറ്റാണ് കേട്ടോ. ഇറ്റ് ഈസ് റിജിഡ്ലി ഡിഫൈൻഡ്. ഇറ്റ് ഹാസ് എ ക്ലിയർ കട്ട് മാത്തമാറ്റിക്കൽ ഫോർമുല അല്ലേ? കറക്റ്റ് ഒരു ഫോർമുല ഉണ്ട് നമുക്ക്. അതാണ് ഫസ്റ്റ് മെറിറ്റ്. രണ്ടാമത്തെ മെറിറ്റ്, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഓൾ ഐറ്റംസ്. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് എവറി ഐറ്റം ഈസ് കൺസിഡേർഡ് ഫോർ ഇറ്റ്സ് കമ്പ്യൂട്ടേഷൻ. അതായത് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ എല്ലാ ഹാർമോണിക് മീൻ്റെ തന്നിട്ടുള്ള എല്ലാ വാല്യൂസും യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? എല്ലാ വാല്യൂസും യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നോക്കുക, നമ്മൾ ഞാൻ പറയുന്ന വെയ്റ്റഡ് ഹാർമോണിക് മീൻ അല്ല കേട്ടോ, സാധാ ഹാർമോണിക് മീനാണ്.
അതിൽ നമ്മളെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, രണ്ടാമത്തത്. മൂന്നാമത്തത് വേണ്ട കേട്ടോ. അടുത്ത് നോക്ക്, ഇറ്റ് ഗിവ്സ് ലെസ്സർ വെയിറ്റ് ടു ലാർജർ ഐറ്റംസ് ആൻഡ് ഗ്രേറ്റർ വെയിറ്റ് ടു ലെസ്സർ ഐറ്റം. ഇത് മീൻ ചെയ്യുന്നത് നോക്ക്, ഞാൻ പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. ഇപ്പോൾ വാല്യൂസ് 2, 4 ഒക്കെ എന്ന് വിചാരിക്കുക. 2, 4 ആണ്. 1/2, 1/4 എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലേ. 2 എന്ന് പറയുന്നത് ചെറിയ നമ്പറാണ്, പക്ഷെ 1/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.5 ആണ്. 4 വലിയ നമ്പറാണ്, പക്ഷെ 1/4 എത്രയാണ്? 0.25 ആണ്. മനസ്സിലായോ? അതായത് നമ്പർ ചെറുതാവുന്നതോ കൂടിയാണ് എന്ത് കൂടുതൽ വലിയ വാല്യൂ കിട്ടുന്നത്. നമ്പർ വലുതാവുമ്പോൾ എന്താണ് കിട്ടുന്ന ആൻസർ ചെറുതായിരിക്കും. അതായത് 1/by എന്നുള്ള ഫോം വരുകൊണ്ടാട്ടോ അങ്ങനെ വരുന്നത്. അതാണ് അടുത്ത മെറിറ്റ്. അടുത്തത്, ഇറ്റ് ക്യാൻ ബി അൾജിബ്രായിക്കലി മാനിപ്പുലേറ്റഡ്. അതായത് ഹാർമോണിക് മീൻ ഓഫ് ദ കമ്പൈൻഡ് സെറ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ഫ്രം ദ ഹാർമോണിക് മീൻസ് ആൻഡ് സൈസ് ഓഫ് ദ സെറ്റ്സ്. ഫോർ എക്സാമ്പിൾ, അതായത് ഇപ്പോൾ നമുക്ക് 2 സെറ്റ് ഓഫ് ഡാറ്റ ഉണ്ട്. അതിൻ്റെ ഹാർമോണിക് മീൻ കണ്ടുപിടിക്കണമെങ്കിൽ രണ്ടെണ്ണത്തിൻ്റെ ഹാർമോണിക് മീൻ കണ്ടുപിടിച്ചു. ഇനി കമ്പൈൻഡ് ആയിട്ട് കണ്ടുപിടിക്കണമെങ്കിൽ n1 + n2, അതായത് n1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ സെറ്റിലുള്ള നമ്പർ ഓഫ് എത്രയാണോ, n2 പറഞ്ഞാൽ രണ്ടാമത്തെ സെറ്റിലുള്ള എത്ര ആൾക്കാരാണ്, n1 ഹാർമോണിക് മീൻ ഓഫ് ഫസ്റ്റ്, അതായത് ഫസ്റ്റ് സെറ്റിൻ്റെ ഹാർമോണിക് മീൻ, n2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തേൽ എത്ര ആൾക്കാരുണ്ട് അതിൻ്റെ ഹാർമോണിക് മീൻ. ഓക്കെ, ഇതിൻ്റെ വെച്ച് പ്രോബ്ലം ഒന്നും ചെയ്യാനില്ല കേട്ടോ, ജസ്റ്റ് നമ്മൾ മെറിറ്റിൽ പഠിക്കാനുള്ളതേ ഉള്ളൂ. അടുത്ത മെറിറ്റ്, ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ടു ഫൈൻഡ് ദ ആവറേജ് സ്പീഡ്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ അല്ലേ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ. ഓക്കെ, അപ്പോൾ വീഡിയോ പോസ് ചെയ്തിട്ട് മെറിറ്റ് എഴുതുക. തേർഡ് മെറിറ്റ് എഴുതണ്ട, ബാക്കി എല്ലാ മെറിറ്റും എഴുതുക. ഓക്കെ, അടുത്തതിൻ്റെ ഡീമെറിറ്റ് ആട്ടോ. ഡീമെറിറ്റ്, ഇറ്റ് ഈസ് നൈദർ സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് നോർ ഈസി ടു കാൽക്കുലേറ്റ്. ഓക്കെ, നെക്സ്റ്റ് വണ്, ഇറ്റ് ഈസ് ലെസ് സാമ്പിളിംഗ് സ്റ്റെബിലിറ്റി ദാൻ. ഇത് വേണ്ട കേട്ടോ, ഇത് നിങ്ങൾക്ക് തിയറി ഒന്നും പഠിക്കാനില്ല. നെക്സ്റ്റ്, തിയററ്റിക്കലി ഇറ്റ് കനോട്ട് ബി കാൽക്കുലേറ്റഡ് ഫോർ ഓപ്പണൻ്റ് ഡാറ്റ. ഓപ്പണൻ്റ് ഡാറ്റ തരികയാണെങ്കിൽ, ഓപ്പണൻ്റ് ഡാറ്റ എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കേട്ടോ. ഓപ്പണൻ്റ് ഡാറ്റയിൽ ഒരിക്കലും നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റില്ല. അടുത്തത്, ഇറ്റ് കനോട്ട് ബി ഫൗണ്ട് ഗ്രാഫിക്കലി. ഗ്രാഫ് വരച്ചിട്ട് ഒരിക്കലും നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റില്ല. അടുത്തത്, ഇറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ് ഫോർ ക്വാളിറ്റീസ്. അതായത് നമുക്ക് തരുന്ന ഡാറ്റ ക്വാളിറ്റി ആണെങ്കിൽ നമുക്ക് ഒരിക്കലും ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ല. when at least one item or one mid value is 0 or negative. അതായത് ഏതെങ്കിലും ഒരു ഐറ്റം 0 ആണെങ്കിലോ നെഗറ്റീവ് ആണെങ്കിലോ നമുക്ക് ഒരിക്കലും ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ല. അടുത്തത്, ഇറ്റ് ഗിവ്സ് അൺഡ്യൂ വെയിറ്റേജ് ടു സ്മോൾ items and least weightage to larger item. It is not used for analyzing business or economic data. അപ്പോൾ നമ്മൾ മെറിറ്റ് എന്താ പറഞ്ഞത്, ഇതിൽ ചെറിയ നമ്പറിന് ഒരുപാട് വെയിറ്റേജ് കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. അതുതന്നെയാണ് ഡീമെറിറ്റ് ആയിട്ടും പറയുന്നത്. ചെറിയ വാല്യൂ ആണെങ്കിലും പക്ഷെ അതിന് കൂടുതൽ വെയിറ്റേജ് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താ ഡീമെറിറ്റ്, ഇറ്റ് ഈസ് നോട്ട് യൂസ്ഡ് ഫോർ അനലൈസിങ് ബിസിനസ് ഓർ എക്കണോമിക് ഡാറ്റ. ബിസിനസ് ഫേംസിലും എക്കണോമിക് ഫേംസിലൊന്നും ഒരിക്കലും ഹാർമോണിക് മീൻ യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ വീഡിയോ പോസ് ചെയ്യുക, ഇത് എഴുതാട്ടെ. രണ്ടാമത്തെ ഡീമെറിറ്റ് എഴുതണ്ട. ഓക്കെ.